നമ്മൾ ഈ ശരംകുത്തി എന്നൊക്കെ പറയുമ്പോൾ ഇത് വാസ്തവത്തിൽ ഒരു യോഗീശ്വരനായിട്ടാണ് അയ്യപ്പനെ നമ്മൾ കാണുന്നത്. യോഗീശ്വരനായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ബ്രഹ്മേരിയൊക്കെ പറയപ്പെട്ടിരിക്കുന്നത്. ധർമ്മശാസ്താവ് എന്നുള്ള ആ ദേവതയ്ക്ക് ഒരു ഗൃഹസ്ഥനായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷെ എന്തുകൊണ്ട് അവിടെ ധർമ്മശാസ്താവിൻ്റെ പൂജ വന്നെന്ന് പറഞ്ഞാൽ, ഒരു യോഗിയെ സംബന്ധിച്ചിടത്തോളം ആ യോഗിക്ക് മന്ത്രങ്ങളും അതിന് ക്രമങ്ങളും ഒന്നും ചിട്ടപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനെ യോഗികളുടെ പ്രതിഷ്ഠയുള്ള സ്ഥലങ്ങളിൽ പോലും അവിടെ ഏതെങ്കിലും ഒരു ദേവത വെച്ചിട്ടായിരിക്കും പൂജിക്കുക. ശബരിമലയിൽ ധർമ്മശാസ്താവിൻ്റെ പ്രതിഷ്ഠ, ധർമ്മശാസ്താവിൻ്റെ മന്ത്രങ്ങൾ ചൊല്ലിയിട്ടാണ് പൂജകളൊക്കെ കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിലടുത്തൊക്കെ നമുക്ക് വാജിവാഹനൻ എന്നും ഈ പുലിവാഹനൻ എന്നൊക്കെ സംശയം വരുന്നത്. അപ്പോൾ ആ ശരംകുത്തി എന്ന് പറയുന്നത് പോലും നമുക്ക് മനസ്സിലാക്കേണ്ട, ശരം എന്നുള്ള വാക്കിന് അസ്ത്രം എന്ന് മാത്രമല്ല അർത്ഥമുള്ളത്, നമ്മുടെ ഈ പ്രാണനെ നിയന്ത്രിക്കുന്ന ശ്വാസഗതി എന്നൊരു അർത്ഥമുണ്ട്. ശരം കുത്തുക എന്ന് പറഞ്ഞാൽ ശ്വാസഗതിയെ നിരോധിക്കുക എന്നർത്ഥം. ഇപ്പോൾ യോഗശാസ്ത്രത്തിൽ യോഗ ചിത്തവൃത്തി നിരോധം എന്നാണ് അതിൻ്റെ നിർവചനം തന്നെ. ചിത്തവൃത്തികളെ നിരോധിക്കുക. എങ്ങനെ നിരോധിക്കുന്നു? പ്രാണനെ നിരോധിക്കുന്ന വഴി ചിത്തവൃത്തികളെ നിരോധിക്കുന്നു. അപ്പോൾ ആ നിരോധനത്തെയാണ് അവിടെ കാണിക്കുന്നത്. അപ്പം ചിത്തവൃത്തി നിരോധനത്തിലൂടെ സമാധിസ്ഥനായ ഒരു യോഗിയുടെ സ്ഥാനമാണ് അവിടെ നമ്മൾ ശബരിമലയിൽ കാണിച്ചിരിക്കുന്നത്.